റെക്കോർഡ് ചെയ്യുന്നു. സൂപ്പർ. സാറ് ഈ ആരുടെയോ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞല്ല ഹോസ്റ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞത്, അവര് ഓൺലൈനായിട്ട് പഠിച്ചതാണ്. എന്നിട്ട് അവരിപ്പോ പ്ലേസ്ഡ് ആയോ, ജോലി കിട്ടി പറഞ്ഞു. ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. Good afternoon, sir. Good afternoon. Yes. Okay. ചർച്ചകൾ നടക്കട്ടെ. എന്ത് പറയാം? ഇംഗ്ലീഷ് പറയാനോ? ഞങ്ങൾ ചർച്ച ചെയ്യുന്ന സാറ് കേട്ടോണ്ടിരിക്കണം. ചെറിയ ഡൗട്ടുകൾ ക്ലിയർ ചെയ്തു. മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ സാർ. ഓക്കെ സൗമ്യ. യെസ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ, ആഫ്റ്റർ ദാറ്റ്, ഫൈനലി എന്ന് പറയുന്ന സെന്റൻസ് വേർഡുകൾ ഉപയോഗിച്ചിട്ടുള്ള സംഗതികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിനകത്ത് നമ്മൾ സൂചിപ്പിച്ചു ടെൻസ് എന്താണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോകാം. അപ്പോ ഇംഗ്ലീഷില് നമുക്കറിയാം 12 ടെൻസിന്റെ ഫോം ഉണ്ട്, നമുക്കറിയാവുന്നതാണ്. സിമ്പിൾ പ്രസന്റ് ആണ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഇതാണ് 12 ടെൻസിന്റെ ഫോം. നമ്മൾ ഇംഗ്ലീഷില് ഏത് വാചകം ആരെഴുതി കഴിഞ്ഞാലും ഈ 12 ടെൻസിലെ ഏതെങ്കിലും ഒരു ടെൻസിൽ എഴുതാൻ പറ്റും, ഏതെങ്കിലും ഒരു ടെൻസ് ആയിരിക്കും. അതുമല്ല എങ്കിൽ ഈ ടെൻസിന്റെ പാസീവ് വോയിസ് ആയിരിക്കും. ആ രീതിയിൽ അപ്പൊ നമുക്ക് പറയാം 12 ടെൻസിലാണ് നമ്മൾ ഇംഗ്ലീഷിൽ സെന്റൻസ് എഴുതുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ നടന്ന് ബസ്സിനോ അല്ലെങ്കിൽ യാത്ര പോകുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പരസ്യം ഒക്കെ കണ്ടു കഴിയുമ്പോൾ അത് ഏത് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ള ഒരു അതെങ്കിലും നിങ്ങളൊന്ന് അറിയാനായിട്ട് ശ്രമിക്കുക. ഏത് ടെൻസിലാണ്? ഞാൻ ഒന്നുകൂടി പറയാം. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ നൗഷാദ്. അപ്പൊ ഇവിടെ ഇതിപ്പോ ഞാനിപ്പോ പറഞ്ഞു പോയതാണ്, നമുക്ക് ഓരോന്നോരോന്ന് പിന്നീട് നോക്കാം. യെസ്. അപ്പൊ ഞാനിപ്പോ ഒരു മലയാളത്തില് ഞാനൊരു ടേക്ക് എന്ന് പറയുന്ന ഒരു വേർഡ് എടുക്കണം, ടേക്ക്. എന്നിട്ട് ഞാൻ ഈ 12 ടെൻസിലൂടെയും അതിന്റെ മലയാളത്തിലുള്ള ഒരു മീനിങ് ഞാനൊന്ന് പറയുന്നു. സിമ്പിൾ പ്രസന്റ് ആകുമ്പോൾ എടുക്കാറുണ്ട്, സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ എടുത്തു, സിമ്പിൾ ഫ്യൂച്ചർ ആകുമ്പോൾ എടുക്കും, പ്രസന്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ എടുക്കുകയാകും, പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ എടുക്കുകയായിരുന്നു, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആകുമ്പോൾ എടുക്കുകയായിരിക്കും, പ്രസന്റ് പെർഫെക്റ്റ് ആകുമ്പോൾ എടുത്തു കഴിഞ്ഞു, പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആകുമ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ എടുത്തുകൊണ്ടേയിരിക്കുകയാകും, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ എടുത്തുകൊണ്ടേയിരിക്കുകയായിരിക്കും. ഇതാണ് ആ 12 ടെൻസിലും ആ ഒരു ഒറ്റ വേർഡ് തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വരുന്ന ഡിഫറൻസ്. ഓക്കെ, അപ്പൊ അതെന്താ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് ഈ 12 ടെൻസുകളിലൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കടന്നു പോകാം. യെസ്. അപ്പൊ അതില് നമ്മൾ ആദ്യം പറയുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ഒരു ടെൻസാണ്. സിമ്പിൾ പ്രസന്റ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞു സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം, ഈ ക്രമത്തിൽ നമുക്ക് ഇംഗ്ലീഷിൽ സെന്റൻസ് എഴുതാമെന്ന് പറഞ്ഞു. അതില് മാനർ, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം ഇത്രയും നമ്മൾ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുകയാണ്. അത് മാറ്റി നിർത്തിയിട്ട് സബ്ജക്റ്റും വെർബും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും
അത് ഏത് ടെൻസിലാണ് ആ വാചകം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒബ്ജക്റ്റ് നോക്കേണ്ട, മാനറോ പ്ലേസോ ടൈമോ അതൊന്നും നോക്കേണ്ട, സബ്ജക്റ്റും വെർബും നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഏത് ടെൻസിലാണ് എഴുതിയിട്ടുള്ളതെന്ന് പറയാനായിട്ട് സാധിക്കും. യെസ്. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അവിടുന്ന് എഴുതി വെച്ചോ. സിമ്പിൾ പ്രസന്റ് ഒന്നാമതായിട്ട് നമ്മൾ നോക്കുന്ന ഒരു ടെൻസിന്റെ പേരാണ് സിമ്പിൾ പ്രസന്റ്. അതിന് താഴെ യെസ് പ്ലസ് ബി എന്ന് എഴുതുക. ആ സിമ്പിൾ പ്രസന്റ് താഴെ യെസ് പ്ലസ് വി. ആ വി എന്ന് എഴുതിയിട്ട് വിയുടെ ബ്രാക്കറ്റിൽ പ്രസന്റ് എഴുതിട്ടേക്ക്. PRESENT പ്രസന്റ്. ഓക്കെ, അപ്പൊ അത്രയും മതി, വേറെ ഒന്നും എഴുതാനില്ല. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ്. സിമ്പിൾ പ്രസന്റ് ആയ സെന്റൻസ് നമ്മൾ എഴുതുമ്പോൾ ആദ്യം നമ്മൾ ആദ്യം നമ്മൾ നോക്കുമ്പോൾ സബ്ജക്റ്റ് എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് എഴുതുക? വെർബ് എഴുതുക. വെർബ്, ആ വെർബിന്റെ ഏത് ടെൻസിൽ എഴുതുക? പ്രസന്റ് ടെൻസ് എഴുതുക. ഓക്കെ, ഇപ്പൊ എഴുതിയിട്ടില്ലേ എസ് പ്ലസ് വി. എസ് പ്ലസ് വി, വി എന്നുള്ളതിന്റെ പ്രസന്റ്, PRESENT ബ്രാക്കറ്റ്. ഓക്കെ, എസ് പ്ലസ് വി. അപ്പൊ നമുക്ക് നോക്കാം, സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാം, അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ പറയാം. ഐ ഒരു സബ്ജക്റ്റ് ആണ്. ഗോ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. ഐ ഗോ ടു മൈ ഹോം. ഐ ഗോ ടു മൈ ഹോം. സബ്ജക്റ്റ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. ബാക്കിയുള്ളത് നമ്മൾ നോക്കണ്ട, അത് ആ സെന്റൻസിന്റെ മീനിങ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്തതാണ്. സബ്ജക്റ്റും വെർബും മാത്രം നോക്കിയാൽ മതി. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു സിമ്പിൾ പ്രസന്റ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ദേ യൂസ് മൊബൈൽ ഫോൺ. ദേ സബ്ജക്റ്റ് ആണ്, യൂസ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്, പിന്നെ ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ മൊബൈൽ ഫോൺ വിളിച്ചാൽ ദേ യൂസ് മൊബൈൽ ഫോൺ. അപ്പൊ അതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. യെസ്. അപ്പൊ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹാബിച്വൽ ആക്ഷൻ ആണ്. ഹാബിറ്റ് നമുക്കറിയാം സ്വഭാവമാണ്. നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു സ്വഭാവമാണെങ്കിൽ അത് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോ ഞാൻ ചായ കുടിക്കാറുണ്ട്. അപ്പൊ എനിക്ക് പറയാം ഐ ഡ്രിങ്ക് ടീ. ഐ ഡ്രിങ്ക് ടീ എന്ന് പറയുമ്പോൾ തീർക്കുന്നത് നിങ്ങൾ വിചാരിക്കണം ചായ കുടിക്കുന്ന സ്വഭാവം വിദ്യാഭ്യാസമുള്ളതാണ്. ഐ ഡ്രിങ്ക് ടീ. ഐ യൂസ് മൊബൈൽ ഫോൺ ആൻഡ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ദാറ്റ് ഷോസ് എ ഹാബിച്വൽ ആക്ഷൻ. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സംഗതിയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ പ്രസന്റ് ടെൻസിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇസ് എ ഹാബിറ്റ്, ഇറ്റ് ഇസ് എ ഹാബിച്വൽ ആക്ഷൻ. ഓക്കെ, ഇവിടെ ഞാൻ ധന്യ. Yes, sir. Okay, how are you, Dhanya? Fine, sir. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ധന്യ ചെയ്യേണ്ടത് ധന്യക്കുള്ള ഒരു 5 സ്വഭാവം അത് നമ്മൾ ധന്യ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയുന്നു. ധന്യക്ക് വേണമെങ്കിൽ പറയാം ഐ വേക്ക് അപ്പ് അറ്റ് 6 o'clock. ഞാൻ 6 മണിക്ക് എഴുന്നേക്കാറുണ്ട്. ചിലപ്പോ ചില ദിവസം 5 മണിക്ക് ആയിരിക്കാം, അതുകൊണ്ട് എന്തായാലും ഒരു ക്യാരക്ടർ നമ്മൾ പിടിക്കുകയാണ്. അപ്പൊ ധന്യക്ക് പറയാം ഐ വേക്ക് അപ്പ് അറ്റ് 6 o'clock. അതുപോലെ ധന്യക്കുള്ള 5 ക്യാരക്ടർ നമ്മൾ പറയുകയാണ്. പറയുമ്പോൾ കാര്യം ശ്രദ്ധിക്കുന്നത് ഇതൊരു ഹാബിറ്റ് ആയതുകൊണ്ട് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയാവും. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് വേണം, പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസ് ആയിരിക്കും. ഓക്കെ, ധന്യക്കുള്ള 5 സ്വഭാവമാണ്. Hello, sir. പറഞ്ഞോളൂ. I simple present പറയണ്ടേ സർ? സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതൊരു ഹാബിറ്റ് ആവുള്ളൂ. ഓക്കെ, യൂഷ്വലി ചെയ്യാൻ വേണം നമ്മളല്ലേ? സിമ്പിൾ പ്രസന്റ് പറയുമ്പോൾ യൂഷ്വലി ചെയ്യുന്നതായിട്ട് നമ്മൾ പരിഗണിക്കും. യെസ്, I wake up early in the morning.
I wake up early in the morning. Correct ആണ്. Yes. ഒരു സംഭവമായി. I drink tea. I drink tea in the morning. Okay. രാവിലെ ഞാൻ ചായ കുടിക്കാറുണ്ട്. Okay. അതും ഒരു ക്യാരക്ടർ ആക്കി. I prepare food for the family. Correct അല്ലേ? അതെ സർ. I prepare food for the family. ഞാൻ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്. Yes. I make my family very careful and Yes. lovely. Okay. ഒരു വേർഡ് ഞാൻ ഒരു ഒറ്റ വേർഡിലാണ് I protect my family. Yes sir. ഞാൻ എൻ്റെ കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നു. Okay. Very good. സഹായിക്കട്ടെ എന്താ സർ? ഞാൻ കയ്യിൽ തന്നെ സഹായിക്കട്ടെ എന്ന് ചോദിച്ചു. ഓക്കെ സർ. പെട്ടെന്ന് ഫസ്റ്റ് ടൈമിലായതുകൊണ്ട് എനിക്ക്. Okay, no problem. I respect elders. Yes sir. Okay. പറയാലോ I respect elders. Okay. അപ്പൊ തന്നെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം തന്നെ എനിക്ക് ഫസ്റ്റ് ചാൻസിൽ വന്നത്. അപ്പൊ തന്നെക്ക് ആലോചിക്കാൻ സമയം കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് ശരിക്കും ആലോചിക്കേണ്ട സംഭവമല്ല, വളരെ സിമ്പിൾ ആണ് സർ. പക്ഷേ ഓക്കെ. അപ്പൊ നമുക്കത് ഇംഗ്ലീഷ് പറയാനായിട്ടൊരു ലജ്ജ കൊണ്ട് പടി കൊണ്ടാണ് നമുക്കത് പറയാൻ പറ്റാണ്ട് പോയത്. അപ്പൊ അത് പോട്ടെ. നോ പ്രോബ്ലം. ഓക്കെ. നോ പ്രോബ്ലം. നമുക്കറിയാവുന്ന കാര്യമാണ്. സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷ് പറയാനായിട്ട് ഈ ഒരു വൈക്ലഭ്യം. ഓക്കെ. അപ്പൊ ഇനി അടുത്ത് ഞാൻ ആരെ വിളിക്കണം? ആരെ ഞാൻ വിളിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞത് ഞാൻ എന്റെ ഒരു 5 ക്യാരക്ടർ നിങ്ങൾക്ക് ഇവിടെ പറയാം. I beat my children. ഞാൻ എന്റെ കുട്ടികളെ തല്ലാറുണ്ട്. അത് എന്റെ ഒരു ക്യാരക്ടറാണ്. I quarrel with my husband. ഞാൻ എപ്പോഴും ഭർത്താവുമായിട്ട് തല്ലു പിടിക്കാറുണ്ട്. അതും എന്റെ ഒരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ അതും എന്റെ ഒരു ഭാഗമാണ്. കേട്ടോ, ഇത് നിങ്ങൾക്ക് ഉണ്ട് എന്ന് തോന്നുന്ന ഒരു ക്യാരക്ടർ പോലെ പറയാവുന്ന നിങ്ങളുടെ 5 ക്യാരക്ടർ നിങ്ങൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയാം. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും കൂടി പറയുന്നു സബ്ജക്റ്റ് പ്ലസ് വെർബ്, ആ വെർബിന്റെ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. യെസ്. ഓക്കെ. അപ്പൊ ആർക്ക് പറയാൻ പറ്റും അടുത്തത്? യെസ്, നിങ്ങളുടെ ഒരു 5 ക്യാരക്ടർ, അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു 5 ക്യാരക്ടർ. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ദിഗിന, where are you? I am from Aluva. വെരി ഗുഡ്. അപ്പൊ ഞങ്ങളുടെ നാടിന്റെ അടുത്ത് തന്നെയാണ് അല്ലേ? ഓക്കെ. But now I am in Israel. പറഞ്ഞോളൂ. Now I am working in Israel. ക്ലിയർ ആയില്ല? ഒന്നും കൂടി വേറെ ശബ്ദമൊക്കെ വരുന്നു. Now I am working in Israel. ഓക്കെ. അത് നമുക്ക് ഡിഗ്ന അത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ് കയറി മാറ്റിയിട്ട് ഐ വർക്ക് ഇതാണ് ഈസലി വരുമ്പോ പ്രസന്റ് കണ്ടിന്യൂസ് ആയി. അപ്പൊ അതിന്റെ അർത്ഥം ഇതെന്റെ ഒരു ക്യാരക്ടർ അല്ല, ഇപ്പൊ ഞാൻ അവിടെയാണ്. I work. Yes, I work. I wake up 6 o'clock every day. Yes, okay. Very good. I drink Nescafe coffee. Yes, okay. Every day. I walk 2 hours. Okay. Daily. I walk 2 hours daily. Okay. I talk with my children. Yes. Every day. Okay. What more? I watch TV every evening. Yes, I watch TV every evening. Okay, very good. Okay. അപ്പൊ ദിഗ്ര പറഞ്ഞു, ധൈര്യം ഉൾക്കൊണ്ടുകൊണ്ട് ദിഗ്ര പറഞ്ഞു. ഇനി അടുത്തൊരാള്. യെസ്, ഞാനത് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞ് വരാവുന്നവരാണ്. യെസ്,
നിങ്ങളിങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാലേ സർ ഹലോ ഓക്കെ. ശരിക്കും പേരെന്താണ്? അപർണ. അപർണ. പറഞ്ഞോളൂ അപർണ. Where are you from? നോർത്ത് പറവൂർ. നോർത്ത് പറവൂർ. ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞാണല്ലേ? ഓക്കെ. പറഞ്ഞോളൂ. I wake up early morning. Yes, I wake up early morning. I Yes. eat food. I eat food. Yes. I take bath. അത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ പറയാം. I eat vegetarian food. I eat non-vegetarian. അതിനോട് പറയാം. Okay. I prepare notes I for class. Okay. I attend class. Yes. I shout with my family. I shout with my family. Yes. Okay. I use phone. Okay. ഇനി ഞാൻ 5 പറഞ്ഞെങ്കിലും 5 കൂടുതലെങ്കിലും പറഞ്ഞോട്ടെ. നോ പ്രോബ്ലം. ഓക്കെ. വെരി ഗുഡ്. ഞാൻ 5 പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് 5 തന്നെ നിർത്തുന്നു. ഓക്കെ. അപർണ, വെരി ഗുഡ്. ഓക്കെ. ഇനി ആരാണ് പറയുന്നത്? ധൈര്യസമേതം. ഹായ് സർ. ഓക്കെ. ഡിനീഷ അല്ലേ? ഓക്കെ. ഡിനീഷ, വേർ ആർ യു ഫ്രം? Trivandrum. Okay, Dinisha, പറഞ്ഞോളൂ. I have breakfast in the morning. Very good. I care my family. I care family. അല്ലേ? Okay. I drive my car. Yes. Drive my car. അത് കട്ടായി പോകുന്നുണ്ടല്ലോ. ദിനീഷ റേഞ്ചില്ലേ? ഓക്കെ, പറഞ്ഞോളൂ. I drive my car. Yes. I plant a tree. Yes. I organize my study table. Okay. Very good. Okay, Dinisha. Yes. Hello sir. അടുത്തവരാണ്. Hello sir. Okay. പ്രതിഭ എവിടെ? പ്രതിഭ. Your name is Pratibha. Pratibha. പറഞ്ഞോളൂ പ്രതിഭ. Tirunelveli. Yes. I my doctor in the school. Where are you from? Yes. I my doctor in the school. Yes. Okay. They work. I drink coffee every morning. Yes. She cleans the house on weekend. Okay. And they work at some home. Yes. He reads a book before going to the bed. Okay. Yes. Okay, Pratibha. Okay. Very good. It's the correct. He was yes, correct. Very good. Yes. ഇനി ആരാണ്? Sir. പറഞ്ഞോളൂ. ജുബൈറി. Yeah. Where are you from? Yeah. Where are you from? Jubairi. Jubaria. Coming from? Calicut. Okay. പറഞ്ഞോളൂ. Carry on. I wake up early morning. ഓക്കെ. ഇത് പറഞ്ഞോളൂ. പക്ഷെ ഈ പറയുന്നവരെ അതിൽ നിന്ന് ഞങ്ങൾ മാറിക്കോട്ടെ. രാവിലെ മാറിയിട്ട് പോകുന്നുണ്ട്. വൈകുന്നേരം വരാം, ഉച്ചയ്ക്ക് ശേഷം വരാം, രാത്രി വരാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് തോന്നുന്ന കുറെ ക്യാരക്ടർ ഉണ്ടാകും. Okay. I pray Subahi. Yes. I drink tea. Yes. I work in kitchen. Yes. I ready to children to go school. Yes. I make ready the children go to school. Okay. Very good. Okay. Thank you. Yeah. Okay. You very good. Yes. നിങ്ങൾക്കത് പറയാൻ പറ്റുമെന്ന് ഉറപ്പല്ലേ? യെസ്, പറഞ്ഞോളൂ. ആരാണ്? ഞാൻ ആരുടെയും പേര് പറയാത്തത് നിങ്ങൾ കുറച്ച് ധൈര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. യെസ്, ചില കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ടി വരുന്നുണ്ട് ജീവിതത്തില്. യെസ്, അപ്പൊ പെട്ടെന്ന് തീരുമാനം എടുക്കുകയും വേണം. ആ എടുക്കുന്ന തീരുമാനം തെറ്റാവാനും പാടില്ല. യെസ്. Good afternoon, sir. Okay, good afternoon.
പറഞ്ഞോളൂ My ശ്രേയ. name is Rai. ഓക്കെ, പറഞ്ഞോളൂ ശ്രേയ, പറഞ്ഞോളൂ ശ്രേയ. I clean my house every day. യെസ്, I read books. ഓക്കെ, കറക്റ്റ്. I listen music. യെസ്, I like to sing songs. യെസ്, I prepare food for my family. വെരി ഗുഡ്, വെരി ഗുഡ്. ശ്രേയ, where are you from? Malappuram. Malappuram. You told that you love to sing. Yeah. Which type of song you prefer? Melody types. Melody. Malayalam. Malayalam melody song that you prefer. Which is your favorite song? My favorite song is Oru Dalam Matram, Yeshudas. ഒരു ദളം മാത്രം. ഓക്കെ, ഒരു 4 വരി പാടും. Now? Now. ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നോ. ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നോ. തരളകമങ്ങൾ മുള്ളിനോ വയ്ക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. തരളകപോലങ്ങൾ മുള്ളിനോ വയ്ക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ് ശ്രേയ. I'm not prepared now. അതാണ് ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത്. യു ആർ നോട്ട് പ്രിപ്പയർഡ്. ജസ്റ്റ് ഞാൻ പറഞ്ഞു, അപ്പൊ തന്നെ നിങ്ങളത് പാട്ട് പാടി ലൈൻ ഓർത്തു. ഓക്കെ, ഓക്കെ, സൂപ്പർ, സൂപ്പർ. ഓരോ ആളുകളുടെ കയ്യിൽ നിന്ന് വരുന്ന ഇമോജി നോക്കിക്കോളൂ. വേണ്ട. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾക്ക് അങ്ങനെ അതൊക്കെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട. ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമുക്ക് അതൊന്നും പ്രശ്നമൊന്നുമില്ല. യെസ്, ഓക്കെ, അതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. പറഞ്ഞു കഴിയുമ്പോൾ ഓക്കെ, 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 യു കണ്ടിന്യൂ. ഓക്കെ, ഒരു കലാകാരിയാവുക, ഒരു കലാകാരനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വളരെ നല്ല കാര്യമാണ്. പിന്നെ നമ്മുടെ കഴിവ് മനസ്സിലാക്കേണ്ടത് കോമൺ ആയിട്ട് പറയുന്നതാണ്, ഈ പാടുന്നത് മാത്രമല്ല, അത് ആസ്വദിക്കാൻ നമുക്കൊരു കഴിവുണ്ടെങ്കിൽ അതും അവരും ആരാണ്? ഒരു കലാഹൃദയമുള്ളവരാണ്. യെസ്, നമുക്ക് പോകെ കുറെ കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ ശ്രേയ, വെരി ഗുഡ്, ഐ അപ്രീഷിയേറ്റ് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സർ. നെക്സ്റ്റ് ആരാണ്? എന്താ നിഖില്? യെസ്, നിഖിൽ തന്നെ കുറെ ടൈപ്പ് പ്രാവശ്യം. നിഖിൽ, യെസ്. ഇനി അടുത്ത ആരാണ്? ഓക്കെ, 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 ഓക്കെ. യെസ്, യെസ്, നമ്മുടെ വിഷയത്തിലോട്ട് വരാം. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ എന്ത് പറയുന്നു? നമ്മുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നു. നമ്മളൊരു ക്യാരക്ടർ, യെസ്, നമുക്കുള്ളൊരു സ്വഭാവം. യെസ്, അതിപ്പോ നമുക്ക് രാവിലെ നിന്നുള്ള മാറ്റുക, വൈകുന്നേരങ്ങളിലേക്ക് വരിക. നമ്മുടെ കൂട്ടുകാരുമായിട്ട് നമ്മൾ ഒരുമിച്ച് നടക്കുമ്പോൾ നമുക്കൊരു ക്യാരക്ടർ ഉണ്ടാവില്ലേ? അവിടെയൊക്കെ നമ്മൾ നമ്മുടെ ക്യാരക്ടറെ പ്രകടിപ്പിക്കാറില്ലേ? അങ്ങനെ നിങ്ങളൊന്ന് ചിന്തിക്കുക, ആ വെറൈറ്റിയിൽ പിടിക്കും. യെസ്, ഓക്കെ. ഞാൻ ആരുടെ പേര് പറയുന്നത് നിങ്ങൾക്ക് ധൈര്യസമേതം വരുമെന്നുള്ളത് കൊണ്ടാണ്. യെസ്, ഓരോരുത്തരുടെ മനസ്സിലേക്ക് തോന്നുന്നുണ്ടാവും, ഞാനൊന്ന് പറയാം, പക്ഷെ വേണ്ട. എന്തിനാണ് വേണ്ടണം, വേണ്ട എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്. അങ്ങനെ ചിന്തിക്കേണ്ടത്. നിങ്ങൾ അങ്ങനെ പറയുക. കാരണം ഇതേപോലെ നമ്മൾ ഒരുപാട് ചിന്തിച്ച് നിന്നിട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയും. ചില കാര്യങ്ങളെ നമ്മളിപ്പോ നമ്മളങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ ചില കാര്യങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് ഉത്തരം പറയേണ്ടതായിട്ട് വരും. അപ്പൊ ആ സമയത്ത് നമ്മളിങ്ങനെ നെഗറ്റീവായിട്ട് നിൽക്കരുത്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. വർഷങ്ങൾക്ക് മുമ്പ്, when I was nearly 26 and 25 years old, അന്ന് ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കും. ഇന്ത്യൻ എയർഫോഴ്സിന്റെ മൈസൂർ വെച്ചാണ്. അപ്പോ അന്ന് അവർ ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പൊ നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ഉത്തരം പറയാൻ കിട്ടുന്നത് 1 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് ഒക്കെ കിട്ടുള്ളൂ. അതിനുള്ള നമ്മളോട് ഉത്തരം പറയിപ്പിക്കും. യെസ്, ഞാനിവിടെ ആരോട് ചോദിക്കുന്നത്? നിഖിൽ, നിഖിൽ, യെസ്,
നിഖില് വന്നില്ല. അപ്പൊ നമുക്ക് അടുത്ത ആളെ വിളിക്കുകയാണ്. ദർശന, നിങ്ങളത് ഒരു ഇതൊക്കെ ഒരു ടെൻഷനായിട്ട് എടുക്കല്ലേ, ഒരു സിമ്പിൾ ആണ് അങ്ങനെ വിചാരിക്കുക. ഇത് നിങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് എടുക്കുക ക്ലാസ്സിൽ, അല്ലാതെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് പോകണം. യെസ് ദർശന. യെസ്. ഓക്കെ ദർശന. എന്ത് പറ്റി നിഖില്? നിഖിൽ സാറ് ഡ്രൈവിംഗ് ആയിരുന്നു കേട്ടോണ്ട് ഇരിക്കുവായിരുന്നു. യെസ്. ദർശന. ഓക്കെ ഓക്കെ. നിഖിൽ പറഞ്ഞ കറക്റ്റ് മനസ്സിലായില്ല, കാരണം ഭയങ്കര ഒരു എക്കോ പോലെ. യെസ്. അപ്പൊ നമുക്ക് ദർശനോടാണ് ചോദ്യം, സിമ്പിൾ ചോദ്യമാണ്. ദർശന, യു ആർ എ ഗ്രേറ്റ് ഓഫീസർ ഹാവിംഗ് എ വെരി ബിഗ് സാലറി ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇത് എന്നോട് ചോദിച്ചതാണ്, ഞാൻ എന്നോട് ചോദിക്കുന്നത്. അപ്പൊ ചോദ്യം ചോദിക്കുന്നത് ദർശനോടാണെങ്കിൽ എല്ലാവരോടും കൂടിയാണ്. അപ്പൊ ദർശനയ ഓക്കെ ഡിഗ്രി ഓക്കെ 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 യെസ്. അപ്പൊ ദർശന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയാണ്. യു ഹാവ് ടു കീപ് യുവർ സ്റ്റാൻഡേർഡ്, അതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ദർശന, യു ആർ പാസിംഗ് ബൈ ദ സൈഡ് ഓഫ് ദ റിവർ, ഒരു നദിയുടെ സമീപത്തുകൂടെ നിങ്ങൾ നടന്നു പോവുകയാണ്. യു ആർ അലോൺ, നിങ്ങൾ ഒറ്റയ്ക്കാണ്. ആൻഡ് യു ഡോണ്ട് നോ ഹൗ ടു സ്വിം, നിങ്ങൾക്ക് നീന്താൻ അറിയില്ല. സഡൻലി യു സീ എ ബേബി സിംഗിങ് ഇൻ ദ വാട്ടർ. നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു കുട്ടി വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നത് കാണുന്നു, ചെറിയൊരു കുട്ടി. തൊട്ടടുത്ത് ആരുമില്ല, വീടുകളുമില്ല. വാട്ട് യു വിൽ? ഹെൽപ്പ് ചെയ്യാനായിട്ട് മറ്റെന്തെങ്കിലും മാർഗങ്ങളുണ്ടോ നോക്കും, അല്ലെങ്കിൽ ഐ ജസ്റ്റ് ട്രൈ ടു സ്വിം. ഈ ചോദ്യത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു യു ഡോണ്ട് നോ ഹൗ ടു സ്വിം. നമ്മുടെ കഥയിലെ യു ഡോണ്ട് നോ ഹൗ ടു സ്വിം. യെസ്. അവിടെ വേറെ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ നോക്കും, ജസ്റ്റ് എന്തെങ്കിലും ബോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടോ നോക്കും. യെസ്, അതൊന്നും ഇല്ലാന്ന് വിചാരിക്കും. സപ്പോസ് ഫോർ ദ ടൈം ബീയിങ് ലെറ്റ് us think so. അതൊന്നും ഇല്ല എന്ന് വിചാരിക്കും. വാട്ട് യു വിൽ? യെസ്. ഓക്കെ നൗഷാദ്. യെസ്. ഓക്കെ. അപ്പൊ ദർശനയുടെ ആൻസർ പറഞ്ഞു. ഓക്കെ ഓക്കെ. യെസ്. ഓക്കെ. നിങ്ങൾക്ക് തോന്നിയ ആൻസർ പറയാട്ടോ. ഫാത്തിമയുടെ ആൻസർ പറയും. And you are a great officer and you are passing by the side of a river, and don't forget that you are a great officer. ഞാനൊരു എക്സാമ്പിൾ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി യൂണിവേഴ്സിറ്റിയിൽ അവതരിപ്പിച്ച മിമിക്രി. ആ മിമിക്രി അല്ല, മോണാക്ടില് ഫസ്റ്റ് കിട്ടിയ ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് കരച്ചില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചു എന്നറിയുമ്പോൾ ഭാര്യ കരയുന്നു. യെസ്, ഭർത്താവ് IAS ഓഫീസറാണ്, ഭാര്യയും IAS ഓഫീസറാണ്. എങ്ങനെ ഭാര്യ കരയും, എങ്ങനെ റിയാക്ട് ചെയ്യും? അങ്ങനെ ജീവിതത്തിന്റെ ഓരോ തലങ്ങളിൽ നിൽക്കുന്ന ആളുകൾ എടുത്ത് വരരുത്. ഓരോരുത്തരും റിയാക്ട് ചെയ്യുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടാവും ഓരോ ഇൻസിഡന്റിനോട്. അപ്പൊ ആ റിയാക്ഷനാണ് ആ പെൺകുട്ടി അന്ന് അവതരിപ്പിച്ചിട്ട് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് വാങ്ങിച്ചിട്ട് പോയത്. അത് തന്നെ ഞാൻ ഇവിടെ പറയുന്നത്. ഇവിടെ ഫാത്തിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിസ്സാരക്കാരിയല്ല. യു ആർ എ ഗ്രേറ്റ് ഓഫീസർ. ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ? ആയിക്കോട്ടെ. ചില സമയത്ത് നമ്മുടെ ഇന്നബിലിറ്റി നമ്മൾ നിർത്തൂല. ഒരു കൊച്ചു വെള്ളത്തിൽ മുങ്ങണെന്ന് കാണുമ്പോ അവർ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്ട് വുഡ് ബി ടു സേവ് ഹിം. അപ്പൊ നമ്മൾ എന്തായാലും ഇപ്പൊ കാടാന്ന് പറഞ്ഞു, അപ്പൊ കാട്ടില് വള്ളികൾ ഉണ്ടാകും, ബോട്ടൊന്നും കാണൂല കാട്ടില്. അപ്പൊ മറ്റേ ചിലപ്പോ വല്ല വള്ളികൾ ഉണ്ടാവും, എന്തായാലും എന്തെങ്കിലുമൊക്കെ വള്ളികൾ ഉണ്ടാവും കാട്ടില്. സോ ബട്ട് ദ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്ട് എനിവേ വുഡ് ബി ടു സേവ് ഹിം. നമ്മളെ പറ്റി പെട്ടെന്ന് അങ്ങനെ വിചാരിച്ചെന്ന് വരില്ല. പ്രത്യേകിച്ചും സാറ് പറഞ്ഞ് നമ്മളൊരു ഗ്രേറ്റ് ഓഫീസർ ആണ്, അതിന്റെ അർത്ഥം വി ഹാവ് ദാറ്റ് തിങ് അബൌട്ട് us. നമ്മൾ ഭയങ്കര റെസ്പോൺസിബിൾ ആളാണ്. നമ്മുടെ മെയിൻ ഇതെന്ന് ഒരു സിവിൽ ഓഫീസർ എന്നൊക്കെ പറയുമ്പോൾ കൂടുതലും നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സേഫ്റ്റിയാണ്, നമ്മുടെ അല്ല.
സോ ഒബ്വിയസ്ലി നമ്മൾ സ്വിം ചെയ്യാൻ അറിയാൻ പാടില്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലെടുത്ത് ചാടും ആ കുട്ടീനെ രക്ഷിക്കാൻ. ഓക്കെ ഫാത്തിമ, വെരി ഗുഡ് വെരി ഗുഡ്. ഇത് ഞാൻ ഇവിടെ പറഞ്ഞാലുണ്ട്, ഇത് ചോദിച്ച ചോദ്യമാണ് ഐ ഫേസ് ഇറ്റ്. ഇത് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമായിരുന്നു എന്ത്, പക്ഷെ പ്രതീക്ഷിച്ചു പോയ വേറെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതായത് ഉത്തരം പറയാൻ പറ്റി. ഇത് ഞാൻ പ്രതീക്ഷിക്കാതെ പോയ ചോദ്യം. പക്ഷേ ഞാൻ അടുത്ത ആളിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് ഉയർന്ന ജോലികളൊക്കെ പോകുമ്പോഴാണെങ്കിലൊക്കെ നമ്മൾ ഉത്തരം പറയാനായിട്ട് പോകുമ്പോൾ തന്നെ അവരതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. അതിൻ്റെ ഉള്ളില് നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ എക്സ്പ്രഷൻ, ഇതിന്റെ ഒക്കെ അടിസ്ഥാനമാക്കി അവരവിടെ മാർക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ബിനുക്കായി ബിനു പറയൂ, ബിനുവിന്റെ അഭിപ്രായം എന്താണ്? ബിനു കേൾക്കുന്നില്ലേ? യെസ്, ബിനുവിന് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ. ഇനി ഞാൻ ആരുടെ പേര് പറയുന്നില്ല, നിങ്ങൾക്ക് ആർക്കുള്ള അഭിപ്രായം പറയാം കേട്ടോ. ഞാനാണെങ്കിൽ ഇന്നത് ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള അഭിപ്രായം നിങ്ങൾക്ക് ആർക്കുള്ള പറയാം. യെസ്, പറഞ്ഞോളൂ സൗമ്യ. വാട്ട് യു വിൽ ഡു? സൗമ്യയാണെങ്കിൽ എന്ത് ചെയ്യും? യെസ്, നൗഷാദ് പറഞ്ഞോളൂ. യെസ്, സൗമ്യ പറഞ്ഞോളൂ. സൗമ്യക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. മൈക്ക് ഓൺ ആയിരുന്നു സൗമ്യ, മൈക്ക് ഓൺ ആയിട്ടില്ല. സൗമ്യയുടെ മൈക്ക് ഓൺ ആയിട്ടില്ല. യെസ്, പറഞ്ഞോളൂ. സാർ, അവിടെ നിന്ന് പറഞ്ഞ സമയത്ത് കുറച്ചും കൂടി ക്ലിയർ ആവണമായിരുന്നേ, അപ്പൊ അത് ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാമോ? യെസ്, ക്വസ്റ്റ്യൻ പറഞ്ഞത് സിമ്പിൾ ആണ് പറഞ്ഞത്. സൗമ്യ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയാണ്. സൗമ്യ ഒരു നദിയുടെ സമീപത്തൂടെ നടന്നു പോകുന്നു. സൗമ്യ ഒറ്റക്കാണ്, തൊട്ടടുത്താരുമില്ല. സൗമ്യക്ക് നീന്താനും അറിയില്ല. സൗമ്യ ഒരു കുട്ടി വെള്ളത്തിൽ മുങ്ങി പോകുന്നു പെട്ടെന്ന് കാണുന്നു. എന്ത് ചെയ്യും സൗമ്യ? അതാണ് ചോദ്യം. അത് ഇപ്പൊ നീന്താൻ അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യാലോ. നമ്മളെ ഇത് ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ടാണ് നമുക്ക് ഉത്തരം പറയണത് കേട്ടാ. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ മുമ്പിൽ ഇതാ പറയണത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇതൊക്കെ എടുക്കാം, ഈ ആക്ഷനും ഇതൊക്കെ എടുക്കാം. നമ്മൾ ഇരിക്കുന്നത് അവിടെയാണ്, ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ ഇന്റർവ്യൂ ചെയ്തവരുടെ മുമ്പിലാണ് ഇരിക്കുന്നത്. യെസ്, പറഞ്ഞോളൂ. ഇപ്പൊ പറഞ്ഞോളൂ. ഇപ്പൊ ഞാൻ സമയം പറഞ്ഞതാണ്. ഓക്കെ. സൗമ്യയുടെ സങ്കല്പം പറഞ്ഞു. ഓക്കെ. അതായത് നമ്മള് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്താണല്ലോ നിക്കണത്, ഹലോ. അപ്പൊ അവിടെ നമ്മളെ ചുറ്റുപാടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ, എന്താണ് രക്ഷപ്പെടാനായിട്ട്. ചുറ്റുപാടൊക്കെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് എങ്ങനെയാലും നമുക്ക് രക്ഷപ്പെടണമല്ലോ. അപ്പൊ അതിനുള്ള മാർഗം. ഹലോ, എനിക്കാണ് രക്ഷപ്പെടണ്ടല്ലോ. അപ്പൊ എനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഞാൻ എന്തെങ്കിലും നോക്കും. ഇപ്പൊ എനിക്ക് നീന്തൽ അറിയാമെങ്കിൽ നദിയുടെ അടുത്താന്നല്ല സാർ പറഞ്ഞത്, അപ്പൊ അങ്ങനെ ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ കാടാവുമ്പോ നമുക്ക് ഇപ്പൊ ഈ നേരത്തെ ആ കുട്ടി നേരത്തെ കുട്ടിയുടെ പേരാണ് ഓർക്കുള്ള, ഈ വള്ളികള് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ സംഭവം. അതായത് എന്താ പറയാ, സൗമ്യ വിഷയത്തിൽ നിന്ന് ഒന്നാകൾ മാറിപ്പോയോ എന്നൊരു സംശയം. യെസ്, കാരണം എന്താണെന്നുണ്ടെങ്കിൽ സൗമ്യ രക്ഷപ്പെടുന്നതല്ല, നമുക്ക് ആരെ രക്ഷപ്പെടുത്തേണ്ടത്? കുട്ടിയെ രക്ഷപ്പെടുത്തുന്ന റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ളതായിരുന്നു നമ്മുടെ സബ്ജക്ട്. ഓക്കെ. അപ്പോ ഇനി ആൾക്കാണ് പറയാൻ പറ്റുന്നത്. ദിവ്യ പോൾ. സാർ ഞാൻ പറയട്ടെ? ഓക്കെ, പ്രതിഭ പറഞ്ഞു. നമ്മൾ ആദ്യം അവിടെ നോക്കും, ആരും സഹായിക്കില്ലെങ്കിലും നമ്മൾ പെട്ടെന്ന് ഒരു കുട്ടി പോണത് കാണുമ്പോൾ ഉറക്കെ വിളിക്കും. ആദ്യം ഉറക്കെ വിളിക്കുക, ആരെങ്കിലും ഒരു സഹായത്തിന് എവിടെയെങ്കിലും ഒന്ന് കാണുന്നുള്ള പ്രതീക്ഷയിലായിരിക്കും വിളിക്കുന്നത്. അതും ഇല്ലെങ്കിൽ
കുഞ്ഞു ഭാവിയില്ലേ, നമ്മളാണെങ്കിൽ നമ്മുടെ ജീവൻ പോണ കുഴപ്പമില്ല, കുഞ്ഞിനെ എങ്ങനെയെങ്കിലും എടുക്കണം. എടുത്ത് നമ്മൾ എവിടെ, നമുക്കാണെങ്കിൽ കുഞ്ഞിനെ എടുത്താലും എവിടെയെങ്കിലും പിടിച്ച് നിൽക്കാമല്ലോ, അങ്ങനെ ഒരു വഴി നോക്കാമല്ലോ. ഓക്കെ ഓക്കെ പ്രതിഭ, ഓക്കെ പ്രതിഭ. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ സംഗതിക്ക് അവർക്ക് ആകാശത്തിന്റെ കീഴിലുള്ള എന്ത് വസ്തുവിനെ കുറിച്ച് എടുത്ത് അങ്ങനെ ഇടാം. യെസ്, അതിനെ കുറിച്ച് അങ്ങനെ ചോദിക്കാം. യെസ്, അപ്പൊ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ഇങ്ങനെയും ചോദിക്കാം എന്നുള്ള കാര്യം നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുക. യെസ്, ഒരു പക്ഷേ നിങ്ങളൊരു പക്ഷെ പോകുമ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ പറയും. നിങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റർ എങ്കിൽ വാട്ട് യു വിൽ ഡു എന്നൊരു ചോദ്യം ഇരിക്കുന്നു. യെസ്, അപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ടാവണം, ഒരു ആൻസർ ഉണ്ടാവണം. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ ശ്രീലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ ഫയർഫോഴ്സിനെ വിളിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ ശ്രീലക്ഷ്മി, ഞാൻ ഈ ഇന്റർവ്യൂ പങ്കെടുക്കുന്ന സമയത്ത് അന്ന് മൊബൈൽ ഫോണും നിലവിൽ വന്നിട്ടില്ല. യെസ്, ഇപ്പോഴാണെങ്കിൽ ഒരുപാട് സാധ്യതകളുണ്ട്. അന്ന് ഈ സംഗതിയൊന്നും വരാത്ത ഒരു കാലഘട്ടത്താണ്. യെസ്, ഓക്കെ. യെസ്, അപ്പൊ നിങ്ങളുടെ ഉത്തരം എന്ത് തന്നെ ആയാലും കുഴപ്പമില്ല, നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുമ്പോൾ എന്താണ്, പെട്ടെന്ന് ചില സമയത്ത് നമുക്ക് തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ ഇവിടെ മാറി നിൽക്കരുത്. ഓക്കെ പ്രതിഭ, ഇത്രയും പറഞ്ഞു, ഞങ്ങൾക്ക് അതിന്റെ ആൻസറും കൂടെ ഒന്ന് പറഞ്ഞിരുന്ന. ഞാൻ പറയാം. അതായത് നിങ്ങളിപ്പോ പറഞ്ഞ അതേ ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ചോദ്യപ്പെടാന്ന് എന്നോട് ചോദിച്ചു. ജോലി കിട്ടിയില്ല, വേറെ കാര്യം. എന്നാലും ഞാൻ പറയുകയാണ്, ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ, ഇപ്പൊ നേരത്തെ ഫാത്തിമ പറഞ്ഞ പോലെയുള്ള വാചകങ്ങളൊക്കെ, പക്ഷേ അവർ ഉത്തരത്തേക്കാൾ കൂടുതൽ അവർ ആഗ്രഹിക്കുന്നത്, അവർക്ക് കിട്ടുന്നത് വേറെ പല കാര്യങ്ങളാണ്. നമ്മുടെ സൈക്കോളജിക്കലായിട്ട് ഒരുപാട് ടെസ്റ്റുകൾ, ഒരു പെട്ടെന്ന് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ റിയാക്ഷൻ, ഇതിന്റെ എല്ലാം മാർക്കുകളൊക്കെ ഇങ്ങനെ രഹത്ത് 4-5 പേര് ഇങ്ങനെ നിരന്നിരിക്കുന്നു. യെസ്, വളരെ ചിരിച്ചുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് അവർ ഓരോരുത്തര് മാർക്ക് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ഓക്കെ. ഉത്തരം, ഈ ചോദ്യം ഞാൻ ഫേസ് ചെയ്തൊരു ചോദ്യം പറഞ്ഞാണ്. ഇപ്പൊ ഫാത്തിമ പറഞ്ഞതുപോലെയുള്ള ഒരു ഉത്തരം തന്നെയാണ് ഞാൻ അന്ന് സൂചിപ്പിച്ചത്. യെസ്, ഞാനത് പറഞ്ഞത് എന്ത് ചോദ്യവും നമുക്ക് ഇന്റർവ്യൂ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഇനി വേറെ മറ്റൊരു കാര്യം, അത് നമുക്ക് പോകെ പറയാം, സമയം ഉണ്ടല്ലോ. യെസ്, ഓക്കെ 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 പ്രതിഭ, ഓക്കെ. യെസ്, അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ ചിന്തിക്കുന്നു എന്ന് അറിയുന്നത് തന്നെ വളരെയധികം സന്തോഷമാണ്. ഓക്കെ, ഇനി ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് ചെയ്യുകയാണ്. വേറൊരു കാര്യം, ഇനി നേരത്തെ പറഞ്ഞ വിഷയത്തിൽ ആർക്കെല്ലാം പറയാനുള്ളത്, അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസ്, സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്, നമ്മളുടെ ഒരു ക്യാരക്ടറിനെ കുറിച്ച്. അനുമോൾ, ആർ യു റെഡി? അനുമോൾ, അൽഫിയ, ആർ യു റെഡി? നിങ്ങളൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി, അടുത്ത് ഞാൻ പറയാം, ഞാൻ വിളിച്ചോളാം. യെസ്, മറ്റേ ക്ലാസ്സിലൊക്കെ വരുമ്പോ അവര് അതിന്റെ ഇടയിൽ ഒരു മെസ്സേജ് ഇടും, നെക്സ്റ്റ് ഞാൻ ഓക്കെ എന്ന്. അതുപോലെ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി, ഐ വിൽ കോൾ യു. യെസ്, സൗമ്യ, യെസ്, സൗമ്യ പറഞ്ഞതാണ്. യെസ്, ഓക്കെ. നിങ്ങളിങ്ങനെ മാറി നിൽക്കാണ്ട് പറയും മക്കളെ, ആരെങ്കിലും. ആരുമില്ല, ധൈര്യമില്ല. യെസ്, അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. സോറി സാർ, ഞാനത് കേട്ടില്ല സാർ. ഇപ്പൊ എന്താ ചോദിച്ചത്? സിമ്പിൾ പ്രസന്റ് ആണോ? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഞാൻ ട്രൈ ചെയ്യട്ടെ. ഐ ആം കുക്കിംഗ് ഫുഡ് എവറി ഡേ. വെരി ഗുഡ്. ഓക്കെ. അതിനകത്ത് ഒരു ചെറിയൊരു കറക്ഷൻ ചെയ്യാം. ഐ കുക്ക്, ING ഒക്കെ നമുക്ക് വേറെ ടെൻസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാം ഐ കുക്ക് ഫുഡ് എവറി ഡേ. ഓക്കെ, വെരി ഗുഡ്. നമ്മളിപ്പോ പറയുന്നത് കണ്ടിന്യൂസ് ആണോ സർ? സിമ്പിൾ പ്രസന്റ്. They eat food
they eat food. അവർ എന്ന് മാത്രമേ. ഓക്കെ, അപ്പൊ നമ്മുടെ സ്വഭാവം വേറെ ആളുകൾ പറഞ്ഞു, വേറെ കുറച്ച് ഗ്രൂപ്പാണ്, കുഴപ്പമില്ല, നോ പ്രോബ്ലം. കണ്ടിന്യൂ. Okay. Then I walk every day. ഓക്കെ, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സമയവും കൂടി പറയാം. Okay. യെസ്, അതിന്റെ കൂടെ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്. Then I watch TV. Yes, I watch TV in the evening. Yes. I take care of my children. Yes, I take care of my children. Correct. Okay. Then I usually അങ്ങനെ പറയാൻ പറ്റുമോ സർ? I usually teach my student. Usually teach my children. Okay, I teach my children. Okay, correct. Okay, sir. Very good. Okay, however, I appreciate you the Hi, sir. Hello. Yes. പറയാനുള്ള ധൈര്യം കാണിച്ചില്ലേ, അതിനാണ് അഭിനന്ദനം എന്ന് പറയണം. ഓക്കെ, വെരി ഗുഡ്. എനിക്ക് കോമൺ ആയിട്ട് ഇവിടെ ആർക്കെങ്കിലും പറയാനെങ്കിൽ പറയട്ടെ. നിങ്ങളിങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാല് നമ്മളിങ്ങനെ മാറി നിൽക്കേണ്ടവരെല്ലാം. യെസ്, പറഞ്ഞോളൂ. ആരാണ്? Jihana. ജിഹാന പറഞ്ഞോളൂ. ജിഹാന. I walk in the park every evening. Very good. I water the garden. Yes. I water the garden. വാട്ടർ മീൻസ് വാട്ടറിങ് എന്ന് പറഞ്ഞ വേർഡുണ്ട്. വെള്ളം ഒഴിക്കാന്ന് അർത്ഥമുണ്ട്. കറക്റ്റ് ആണ്. Okay, sir. And I go for a jog. Yes. I ride bicycles in my surroundings. Yes. I ride bicycle. Okay. പിന്നെ ഇവിടെ സിംഗിന്റെ സിങ്സ് ആണ് കേട്ടോ അത്. ഓക്കെ, അതിന്റെ കണ്ടീഷൻ പറയാം. അല്ല, ഇവിടെ ജിഹാനോടല്ല, ഇവിടെ ഒരാള് എഴുതി കാണിച്ചതിന്റെ പറഞ്ഞു. ഓക്കെ, സിങ്സ് ആണ്. I study for 2 hours every night. Yes, very good. I brush my teeth twice a day. Yes. Atra. Okay, very good. Okay, Jihana. Okay, very good. Yes. ഞാനിനി ഇന്നിപ്പോ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, ഒരു ദിവസം ഒരു വാക്ക് പുതിയത് വെച്ച് പഠിക്കാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് കൃഷ്ണപ്രിയ. ഓക്കെ. അത് നമുക്ക് ആർട്ടിക്കിൾ എന്ന് പറയുന്ന സാധനം പഠിക്കുന്ന സ്ഥലത്ത് നമുക്കത് വരും. ഓക്കെ, യെസ്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നിങ്ങൾ ഒരു വാക്ക് പഠിച്ചു കാണും എന്ന് എനിക്കറിയാം. എന്നിരുന്നാലും എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ എല്ലാ ക്ലാസ്സിന്റെയും ലാസ്റ്റ് ഒരു 10 മിനിറ്റ് ആകുമ്പോൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ ഇവിടെ ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആരാണ് ആദ്യം പറഞ്ഞതെന്നറിയാൻ പറ്റും. ആദ്യം ഉത്തരം പറയുന്ന 3 പേരെ ഞാൻ പരിഗണിക്കും. ഫസ്റ്റ് ഉത്തരം നൽകുന്ന 3 പേര്. യെസ്, ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഈ ചോദ്യത്തിന് ഒരു കണ്ടീഷൻ ഉണ്ട്. യുവർ ആൻസർ ഷുഡ് സ്റ്റാർട്ട് വിത്ത് ലെറ്റർ ബി. നിങ്ങളുടെ ചോദ്യത്തിന്റെ, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ പറയുമ്പോൾ അതിന്റെ ഫസ്റ്റ് ലെറ്റർ ബി, ബോയ്സ് എന്നുള്ളതായിരിക്കും. അപ്പൊ ആ ബി എന്ന് പറയുന്ന അക്ഷരത്തിൽ ഒതുങ്ങി ഇതുകൊണ്ട് വേണ്ടി നിങ്ങൾ ചിന്തിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വേറെ ഉത്തരം കണ്ടെത്താൻ സാധിക്കുമായിരിക്കാം. പക്ഷെ ബിയിലാണ്. ഓക്കെ, ബി എ ഗുഡ് പേഴ്സൺ. ഓക്കെ, ബിയിലാണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഞാൻ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. ഞാൻ 3 പേരെ പരിഗണിച്ചോളാം. ഓക്കെ, യെസ്. ചോദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. വെരി സിമ്പിൾ. ഇതിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരു ഇംഗ്ലീഷിൽ ആരെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ചോദ്യത്തിന്റെ കണ്ടന്റ് പിടികിട്ടുന്നുണ്ടോ എന്നും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ എന്റെ കാരണം ഞാൻ അടുത്ത ദിവസം പറയാം. നമ്മുടെ അല്ലെങ്കിൽ ഇനി നമുക്ക് 12 മിനിറ്റ് കൂടെ ഉള്ളൂ. നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. The first question is this: the structure built across the river. Question എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യട്ടെ? The structure
built across the river? Your answer? Okay. Dinisha, Jubi, Fatima. Dinisha, Jubi, Fatima. അപ്പൊ ഇവർക്ക് 3 പേർക്ക് ഞാൻ ഇവിടെ ഒരു പോയിന്റ് വെച്ച് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെരി ഗുഡ് ദിവ്യ. ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ കറക്റ്റ്. ഇതേപോലുള്ള സിമ്പിൾ ചോദ്യങ്ങളാണ്. നിങ്ങൾ ലെറ്റർ അറിയാൻ വേണ്ടിയിട്ടും എന്നോടൊപ്പം തന്നെ വൊക്കാബുലറി അറിയാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് a kind of clothing that keeps you warm. A kind of clothing that keeps you warm. W-A-R-M, warm. Jubi, Divya, Appu. Jubi, Divya, and Appu. Okay, correct. Okay, blanket. It is called blanket. Next question. A spherical object used to play games. Fatima, Hasima, Amrita. Fatima, Hasima, and Amrita. Okay. Correct answer. Very good. The process of making cakes. C-A-K-E-S. The process of making cakes. Srinja, Hasima, Gopiga. Srinja, Hasima, and Gopiga. Is the correct answer? Okay, very good. The process is called baking. Baking is a correct answer. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന ചോദ്യത്തിന്റെ എല്ലാവർക്കും പ്രശ്നമുണ്ടോ? വോയിസ് ക്ലിയർ ആവുന്നില്ലേ? ക്ലിയർ ആണല്ലോ, അമൃതക്ക് ക്ലിയർ ആണല്ലേ? യെസ്. ഇടക്ക് കെട്ട അപ്പൊ അവിടുത്തെ റേഞ്ചിന്റെ പ്രശ്നം ഒഴിക്കാം അല്ലേ? ഓക്കെ. Okay, Jubi. Okay, yes. Next question answer. Breakfast എന്നല്ല. അതെ. നെക്സ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് സമയമായി ഞാൻ അവരോട് പറഞ്ഞത് ക്ലിയർ ചെയ്യിപ്പിക്കേണ്ട. നെക്സ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഉള്ളതല്ല. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, നിങ്ങൾ ആൻസർ പറയണം. ഓക്കെ. The meal of the day. The meal of the day. ബിയിൽ തുടങ്ങുന്ന ഓക്കെ. ജൂബി, ഗോപിക, ഫാത്തിമ. ജൂബി, ഗോപിക ആൻഡ് ഫാത്തിമ. ഓക്കെ. അതായത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിപ്പോ രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണം കഴിക്കാനായിട്ട് പൈസ നമ്മുടെ കയ്യിൽ ഇല്ലായെങ്കിൽ നമ്മളൊരു 11 മണി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കും. അപ്പൊ രണ്ടും കൂടി ആവൂലേ? അങ്ങനെ കഴിക്കുന്ന ഭക്ഷണമാണ് brunch എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. It is a late breakfast. Okay, very good. Next question. A sibling. Dinisha, Jihana, Divya. Dinisha, Jihana, Dinisha, Jihana. And Divya. Okay. Yes. Next ഒരു അവസ്ഥയാണ് നിങ്ങൾ അത് നോക്കിയിട്ട് അതിന് ആൻസർ പറയും. Wear it. W-E-A-R. Wear it across your waist. W-A-I-S-T.
Appu, Fatima, Divya. Appu, Fatima, and Divya. Okay, that is called belt. Okay, correct. Next question is this: opposite of dull. D-U-L-L. Dull. Opposite of dull. Appu, Remisha, Fatima. Appu, Remisha. Remisha നേരത്തെ വന്നിട്ടില്ലല്ലേ? And Fatima. Okay. Bright is the correct answer. ഇനി അടുത്തത് A. Okay. Next question to go in. A chess piece. Piece in spelling P-I-E-C-E piece. A chess piece that moves diagonally. A chess piece that moves diagonally. Adalla Fatima. It is connected with the chess, playing chess. A chess, C-H-E-S-S, chess. Okay, Shreyamol. Spelling that is correct. Shreyamol, Fatima, and Nikhil. Shreyamol, Fatima, and Nikhil. Nikhil നേരത്തെ വന്നിട്ടില്ല അല്ലേ? Yes. Yes, answer is bishop. And answer bishop എന്നാണ്. കാരണം നമുക്ക് ആ ചെസ് കളിക്കുന്നവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ അകത്ത് ഒരു ഐറ്റം അത് ഡയഗണൽ ആയിട്ടാണ് മൂവ് ചെയ്യണത്. Okay. Yes. അടുത്തത് very simple question. Facial, F-A-C-I-A, facial hair, H-A-I-R, facial hair. Fatima, Hasima, Jubi. Fatima, Hasima, and Jubi. Okay. ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. യെസ്, ഓക്കെ. ഞാൻ നിങ്ങളുടെ ആ ഒരു ഇംഗ്ലീഷ് ഭാഷയിൽ വൊക്കാബുലറി അറിയാൻ വേണ്ടി ചോദിച്ച ചോദ്യങ്ങളാണ് ഇത്. വെരി ഗുഡ്. ബ്ലീച്ച് അല്ലേ ആൻസർ? സോറി. ഓക്കെ, അപ്പൊ ഞാൻ പറയാം. രമീഷക്ക് ഞാൻ ചിലപ്പോ പോയിന്റ് രേഖപ്പെടുത്തിയില്ലെങ്കിൽ ചെറിയ ഭാഗത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കാം. പോയിന്റ് കിട്ടാത്തവര് മിടുക്കന്മാരാണെന്ന് ചിലപ്പോൾ ടൈപ്പ് ചെയ്യാൻ സ്പീഡ് കുറവായതുകൊണ്ട് നമുക്ക് അങ്ങനെ എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് പറ്റിയതൊക്കെ ഇരിക്കാം. അപ്പൊ അതുകൊണ്ട് ഇത് മത്സരമൊന്നുമല്ല, ഒരു സൗഹൃദം മാത്രമാണ്. ഓക്കെ, അപ്പൊ രമീഷക്ക് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ശ്രേയമോൾക്കും 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, നിഖിലിനും 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ജിഹാനക്കും 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, അമൃതക്കും 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, തിരങ്ക അല്ലേ? ശ്രീജ. ഓക്കെ. ആ ശ്രീജയ്ക്കും 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. ഇനി ഗോപികയ്ക്ക് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ഹസീമയ്ക്ക് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, അപ്പുവിനും 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ദിവ്യക്ക് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ജിനീഷക്ക് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ജൂബിക്ക് 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഫാത്തിമ ടോപ്പ് സ്കോറർ 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഒരിക്കൽ കൂടി പറയുന്നു, ഇതൊരു മത്സരമല്ല, ഇത് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ചോദിച്ച ചോദ്യമാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കുന്നതാണ്. അത് ഒരു ഓക്കെ ജൂബി അതിനേക്കുള്ള വിഷയങ്ങൾ. ഓക്കെ, ലാസ്റ്റ് ഒരു 10 മിനിറ്റ് വരുമ്പോൾ നമുക്കത് ഡീൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ആകെ നോക്കിയത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ച് മാത്രമാണ്. അതിന്റെ അടുത്ത കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, സീ യു ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ.
we can